ഹലോ ഗൈസ്, അപ്പോൾ ഇന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിൻജാനെ വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറേ കാലമായി നമ്മൾ ഷിൻജാന് നമ്മുടെ വീട്ടിൽ നിൽക്കണം. അപ്പോൾ അവൻ സ്കൂളിൽ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അമ്മയും അച്ഛനും എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവന് വെക്കേഷന് 2 ദിവസമെങ്കിലും അവൻ്റെ വീട്ടിൽ കൊണ്ടാക്കണം എന്നാണ്. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ഷിൻജാൻ സ്കൂൾ വിട്ട് വരാറായിട്ടുണ്ട്. ഇപ്പോൾ 4 മണിയായി, അവൻ 4:05 വരാറാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവന് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. വൈറ്റ് കളറാണ് അവൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അവനിഷ്ടമുള്ള ഒരു RC കാറൊക്കെ വാങ്ങിക്കൊടുക്കുന്നതാണ് കേട്ടോ. അവൻ ഇന്നല്ല, നാളെ ഞാൻ എന്തായാലും ഉറപ്പായി അവൻ്റെ വീടിന് മുമ്പിൽ സർപ്രൈസായി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഇട്ടെടുക്കേണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ തൊപ്പിയൊന്നും വെച്ചില്ല കേട്ടോ. പിന്നെ എൻ്റെ സാധാ ഹെയർ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് കൂളിംഗ് ഗ്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗസ് നമ്മളിതാ അതൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഷിൻജാൻ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവന് സ്കൂളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാൻ അവനൊന്ന് വിളിച്ച് നോക്കണം പുറത്ത് പോയിട്ട്. അപ്പോൾ ഗസ് നമ്മളിതാ അവനെ വിളിക്കാൻ വേണ്ടി പുറത്ത് പോവുകയാണ്. അവന് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിഞ്ച അല്ലെങ്കിൽ ഒരു കാറായിരിക്കും ഞാൻ അവന് ഗിഫ്റ്റ് കൊടുക്കുക. RC കാറായിരിക്കും കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അവനെ വിളിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാ നമ്മുടെ തും സഹൂറിനെ കാണാത്തവരാണെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ തും സഹൂർ. അപ്പോൾ തും സഹൂർ ഇവിടെ നിന്ന് എന്തായാലും പോകുന്നതാണ്. അത് നമ്മൾ ഉപദ്രവിക്കാനൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിൻജാൻ എന്താ സ്കൂൾ വിട്ടിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ വിളിക്കാൻ പോകുമ്പോഴത്തേനും അവന് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഷിൻജാനെ ഞാൻ പറയുന്നത് കേട്ടോ, നീ നിൻ്റെ അമ്മൻ്റെ വീട്ടിൽ നിൻ്റെ വീട്ടിൽ പോകണം കേട്ടോ. ചേട്ടാ വേണ്ട ചേട്ടാ. എൻ്റെ ഷിൻജാൻ നീ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കൊണ്ടു ഞാൻ ചേട്ടാ പ്ലീസ് ചേട്ടാ, എനിക്ക് ചേട്ടനോട് തന്നാൽ മതി, എനിക്ക് പോകണ്ട. എൻ്റെ ഷിൻജാനെ നീ മിണ്ടാനിക്ക്, നിൻ്റെ അമ്മ അച്ഛൻ എന്നെ ഓരോ വിളിയായിരുന്നു. ഓ എനിക്ക് വയ്യ ചേട്ടാ പ്ലീസ്. ഗൈസ് ഈ ഷിൻജാൻ സമ്മതിക്കില്ല ഗൈസ്. എന്നാലും നീ കയറിക്കോ ചേട്ടാ, എനിക്ക് പോകണ്ട പ്ലീസ് ചേട്ടാ പ്ലീസ്. എൻ്റെ ഷിൻജാനെ നമ്മൾ മര്യാദ കയറ്, കളിക്കാണ്ട്. നിൻ്റെ അമ്മ അച്ഛൻ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കടാ ചേട്ടാ. എന്നാലും ഞാൻ ചേട്ടനെ മിസ് ചെയ്യും. 2 ദിവസം അവിടെ പോയി നിൽക്ക്, വെക്കേഷൻ അല്ലേ 2 ദിവസം, സൺഡേ സാറ്റർഡേ പോയി അവിടെ നിൽക്ക്. എന്നാലും ചേട്ടാ മെല്ലെ പോട്ടേക്ക്, പേടിയാണ് ചേട്ടനോട് വരാൻ. ശരി, ഞാൻ മെല്ലെ തന്നെ പോവുള്ളൂ. മെല്ലെ പോ. ശരി ഗൈസ്, ഇതിന് നല്ല പേടിയാണ്, ഷിൻജാൻ നല്ല പേടി. അപ്പോൾ നമ്മൾ മെല്ലെ പോകണല്ലോ ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ഏറ്റവും സ്ലോയിലാണ് പോകുന്നത് കേട്ടോ. ഞാൻ ഓടിക്കുന്നത് വെച്ച് ഏറ്റവും സ്ലോയിലാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ഷിൻജാനെ മിണ്ടാനിരുന്നു, ഞാൻ ഏറ്റവും സ്ലോയിലേ പോകുന്നത്. ചേട്ടാ. അപ്പോൾ ഗൈസ് നമ്മൾ ഷിൻജാൻ്റെ വീടെത്താറായിട്ടുണ്ട് കേട്ടോ. അത് ഒരു യെല്ലോ കളറാണ്. എൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു, ബട്ട് അവർക്ക് വീടില്ല പറഞ്ഞാലും കൊണ്ട് ഞാൻ ഷിൻജാന് വീട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി വീടാണ് കേട്ടോ. ചേട്ടാ എനിക്ക് പോകണ്ട ചേട്ടാ പ്ലീസ്, എനിക്ക് പോകണ്ട ചേട്ടാ, ഞാൻ വരില്ല അവിടെ നിന്ന്, എനിക്ക് പോകണ്ട ചേട്ടാ, പോകണ്ട പ്ലീസ്. ഗൈസ് ഷിൻജാൻ വരുന്നില്ല ഗൈസ്, അവിടെ തന്നെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്താ ചെയ്യുക, അവൻ നമ്മൾക്ക് എന്തെങ്കിലും പറഞ്ഞ് കയറ്റണം. അപ്പോൾ ഗൈസ് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവനെ കയറ്റിയിട്ടുണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ. ഇത് ഗൈസ് നമ്മുടെ ഷിൻജാൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടത്. ബ്രോ ഞങ്ങളുടെ മകനെ സൂക്ഷിച്ച് നിർത്തിയതിന് താങ്ക് യു കേട്ടോ. താങ്ക് യു ഒന്നും വേണ്ട കേട്ടോ, ഞങ്ങളെ അല്ലെങ്കിലും അവനിപ്പോൾ കരയാണ് ഗൈസ്. നമ്മൾ ഷിൻജാനോട് കരയാണ്, എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ചേട്ടാ പോണ്ട നിൽക്ക്, ചേട്ടാ പോണ്ട നിൽക്ക്, ചേട്ടാ പോണ്ട ചേട്ടാ. ഗൈസ് ഇവൻ്റെ വിളി മൈൻഡ് ആക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്, നമുക്ക് എന്തായാലും പോകേണ്ടതാണ്. ഇനി എനിക്കൊരു ഇത് ഗൈസ്, നമുക്കുണ്ടല്ലോ ഷിൻജാൻ്റെ ഡമ്മി സെറ്റാക്കിയാലോ, അതായിരിക്കും ഒരു ഇത് ഗൈസ്. ഇവർ എൻ്റെ പിന്നാലെ വരികയാണ് ഉറപ്പായി ഗൈസ്. എന്നെ അത്രയും സ്നേഹിക്കുന്ന ഇവർ 3 പേര് മാത്രമാണ്, എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവർ 3 പേരുമാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കും സ്നേഹിക്കുകയും ചെയ്യും ഗൈസ്. എൻ്റെ പിന്നാലെ ഓടി വരുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ഗൈസ് അവർ എന്നെ പിന്നാലെ ഓടി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാൽ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് പോകാട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ നല്ല പറത്തി വിടുന്നുണ്ട് കേട്ടോ, പറപ്പിച്ച് വിടുന്നുണ്ട്. അപ്പോൾ ഗൈസ് എനിക്ക് ഷിൻജാൻ്റെ എല്ലാം ഓർമ്മ വരുന്നു, ചേട്ടാ ചേട്ടാ എന്ന ഈ വിളിയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു ഗൈസ്. അവൻ ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഷിൻജാൻ്റെ ഒരു ഡമ്മി സെറ്റാക്കിയാലോ.
എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടുന്ന് ഷിൻചാൻ്റെ ഡമ്മി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇപ്പം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഒരാൾ ഞാൻ കുറേ സംസാരിച്ചപ്പോൾ അയാൾ സെറ്റാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഷിൻചാൻ്റെ ഡമ്മി. ഹലോ ചേട്ടാ, ഞാനൊരു ഷിൻചാനാണ്. ഓ ഗൈസ്, എനിക്ക് പക്ഷേ ആ ഷിൻചാൻ ഇല്ലാണ്ട് പറ്റില്ല. നമുക്ക് 2 ദിവസത്തിന് വേണ്ടി ഈ ഷിൻചാനെ നമുക്ക് വെക്കണം. ഇവനൊരു പേരുണ്ട് ഗൈസ്, നമുക്ക് പിഞ്ചാന്ന് പേരിട്ടോ കേട്ടോ. ഷിൻചാൻ്റെ പേര് എന്തായാലും പറ്റില്ല, അതെനിക്ക് എന്തായാലും വിളിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലത്തിന് പിഞ്ചാൻ എന്ന് പേരിട്ടോ കേട്ടോ. ഹായ് ചേട്ടാ, ഞാൻ ഷിൻചാൻ്റെ സൗണ്ട് പോലെ സംസാരിക്കാം. അപ്പോൾ കേസ് ബൈ.